നിങ്ങളുടെ വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടോ? എപ്പോഴും ഒരേ പഴംപൊരി കഴിച്ച് മടുത്തോ? എങ്കിൽ ഒരു തവണയെങ്കിലും ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഈ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ ഒരു അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്കിന്ന്. അതിനായിട്ട് 2 ഏത്തപ്പഴം ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നെയ്യാണെങ്കിലും എടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാനിവിടെ 1/4 കപ്പും കുറച്ചുകൂടെയും പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി അതൊന്ന് മിക്സായി വരുമ്പോഴേക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ 1/2 കപ്പോളം നമ്മുടെ പീനട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സോ പിസ്ത എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 ഏലക്ക ഇതുപോലെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയായിട്ടുണ്ടെങ്കിൽ അതാണേലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉടച്ച് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു 1/4 കപ്പ് ആട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിന് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഇതും നെയ്യിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്.